KLF വേദിയിലെ ചർച്ചാ വിഷയമായി നോവലിലെ പ്രണയങ്ങൾ. എഴുത്തുകാരായ MS ബനേഷ്, ശ്രീപാർവതി, നിംന വിജയ്, ജിസ്മ ഫൈസ് എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുത്തത്. ബിനീഷ് പുതുപ്പണം നയിച്ച സെഷനിൽ നിരവധി പേരാണ് കാണികളായി എത്തിയത്. സ്നേഹവും പ്രണയവും അനുവദിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് പുതുതലമുറയെന്നും അതിൽ ജാതീയത താരതമ്യേന വളരെ കുറവുണ്ടെന്നും നോവലിലെ പ്രണയത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ MS ബനേഷ് പറയുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷമുള്ളൊരു കാര്യം എന്ന് പറയുന്നത് പുതിയ തലമുറയിൽ ഇപ്പോഴുള്ള ഒരു 40 വയസ്സിന് മുകളിലുള്ളവരുടെ അത്രയും തീവ്രമായിട്ടുള്ള മതചിന്തയോ ജാതി ചിന്തയോ സാമുദായിക ചിന്തയോ ഇല്ല എന്നുള്ളതാണ്. അവർ അങ്ങേയറ്റം ഫ്രീ ആയിട്ട് വളരുന്നു. അവരുടെ ഉള്ളിൽ ഒരു ബിലീഫ് ഇരിക്കാം, വിശ്വാസം ഉണ്ടായിരിക്കാം. ഈശ്വരനുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ഈശ്വരനുണ്ട് എന്ന് പറയുമായിരിക്കും. അതല്ലാതെ അത് ഇന്ന ആളാണോ, യേശുവാണോ, ക്രിസ്തുവാണോ, നബിയാണോ, അയ്യപ്പനാണോ, 33 കോടി ദൈവങ്ങളാണോ, അതൊന്നും അവരുടെ വിഷയമേ അല്ല. അവർക്കൊരു വിഷമം വരുമ്പോൾ ദൈവമേ എന്ന് വിളിക്കുന്നു. അതൊരു ലൈറ്റ് അല്ലെങ്കിൽ എന്തോ ഒരു പ്രകാശം. അതിനപ്പുറത്തേക്ക് അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിലേക്കും ഒന്നും അവർ പോകാൻ ഇഷ്ടപ്പെടുന്നില്ല. അത് അവരുടെ വിഷയമേ അല്ല. അപ്പോൾ സ്നേഹവും പ്രണയവും അനുവദിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കീഴിൽ ജീവിക്കുന്നവരാണ് ഞങ്ങൾ എന്ന് വിശ്വസിക്കുന്ന ഒരു പുതിയ തലമുറയെ കാണാൻ കഴിയുകയും അവരോടൊപ്പം എഴുതാൻ കഴിയുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വലിയ സന്തോഷം എന്ന് പറയുന്നത്. നമ്മൾ എന്താണോ എഴുതുന്നത് അതാണ് നമ്മളെന്ന് കരുതുന്ന വലിയൊരു വായനാ സമൂഹം ഉണ്ടെന്ന ശ്രീ പാർവതിയുടെ വാക്കുകൾ. ആണിന്റെയോ പെണ്ണിന്റെയോ മാത്രം പ്രണയമല്ല, മനുഷ്യരുടെ പ്രണയമാണ് നമ്മൾ എഴുതുന്നതെന്നും ശ്രീ പാർവതി വ്യക്തമാക്കുന്നു. നമുക്കത് വായിക്കുമ്പോൾ നമ്മളെപ്പോഴും നമുക്കറിയുന്ന ഒരാൾ, അത് നമ്മുടെ എഴുതുന്ന ആൾ തന്നെയാണ്. അപ്പം ആ ആളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നമ്മൾ വായിക്കും. പക്ഷേ അതൊരു രസകരമായിട്ടുള്ളൊരു അനുഭവമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ മനുഷ്യരുടെ പ്രണയത്തെക്കുറിച്ചാണ് എഴുതിയത്, ആണിൻ്റെയോ പെണ്ണിൻ്റെയോ പ്രണയത്തെക്കുറിച്ചല്ല, മനുഷ്യരുടെ പ്രണയത്തെക്കുറിച്ചാണ് എഴുതിയത്. അപ്പോൾ അത് നമ്മൾ ലെസ്ബിയൻ ആണോ എന്ന് ചോദിക്കുന്നതിൽ ഓക്കെ ആണോ ഇല്ല എന്നുള്ളത് അവരെ ബാധിക്കുന്ന കാര്യമല്ല. പ്രണയത്തിന് ഇപ്പോൾ ഒരുപാട് നിർവചനമുണ്ട്. അത് ശരിയോ തെറ്റോ എന്ന് വ്യാഖ്യാനിക്കാൻ നമുക്ക് അവകാശമില്ല. ഇന്നത്തെ കാലത്ത് വിരഹം എത്രമാത്രം പ്രകടമാക്കാൻ കഴിയുമെന്നത് സംശയകരമാണെന്ന് നിംന വിജയ്. എൻ്റെ പുസ്തകങ്ങളിൽ ഞാൻ ഭയങ്കരമായിട്ട് വൈബ് ചെയ്യുക, നമുക്കിത് നല്ല വൈബ് പ്ലേസ് ആടാ, ഇത് അടിപൊളി പ്ലേസ് ആടാ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് വായിക്കുന്ന കുറച്ച് മുന്നേയുള്ള ജനറേഷനിലെ ആളുകൾ ചോദിക്കുന്നുണ്ട്, ഇതെന്താണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്, വൈബിങ്ങോ, ഇതൊക്കെ നോവൽ ഇങ്ങനെ എഴുതാൻ പാടുണ്ടോ? പക്ഷെ ഇന്നത്തെ ആളുകൾക്ക് വൈബിംഗ് എന്ന് പറഞ്ഞ ഒരു കാഷ്വൽ ലാംഗ്വേജ് ആയിട്ട് മാറുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ഇനി എൻ്റെ അടുത്ത പുസ്തകം എഴുതുമ്പോൾ മേ ബി കൺവിൻസിങ് സ്റ്റാറിന് വരെ യൂസ് ചെയ്തു പോകും. കാരണം അത്ര പോപ്പുലർ ആയിട്ട് നമുക്കിടയിൽ ആ വേർഡ് ഉണ്ട് എന്നുള്ളതാണ് അതിലെ കാര്യം. അപ്പൊ ഇത് തെറ്റാണോ ശരിയാണോ, പണ്ടത്തെ പ്രണയമാണോ ഇപ്പോഴത്തെ പ്രണയമാണോ നല്ലത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ ആൻസർ ചെയ്യാൻ നമുക്ക് ആർക്കും പറ്റില്ല. പ്രണയത്തിന് കാലമോ പ്രായമോ ഇല്ല. അതുകൊണ്ട് പ്രണയം എഴുത്തിലും നിറയുന്നുവെന്ന ജിസ്മ ഫൈസും കൂട്ടിച്ചേർത്തു. നോവലിലെ പ്രണയത്തെക്കുറിച്ചുള്ള ചർച്ച കേൾക്കാനെത്തിയവർ ഏറെയായിരുന്നു. നോവലിലെ പ്രണയം മാത്രം ചർച്ച ചെയ്യുന്നതിലെ വിയോജിപ്പും ചിലർ പങ്കുവച്ചു. KLF അക്ഷരമായിരുന്നു ഈ സെക്ഷന് വേദിയായത്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.